ഹായ്, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട 2 സിനിമകളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നു. ഒന്ന് വീരധീരസൂര 2ഉം പിന്നെ സ്നോ വൈറ്റ് 4DXൽ കണ്ടതായിരുന്നു. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇതിൽ വീരധീരസൂര 2 ഞാൻ കണ്ടത് 99 രൂപയ്ക്കാണ്. OD1ലാണ് കണ്ടത്. PVRൽ കറൻ്റ്ലി ലുലു കൊച്ചിയിൽ OD1 4K 7.1 ആണ്. സീനനാണ്. OD4 4K 7.1 ആണ്. OD5 4K ലേസർ 7.1 ആണ്. OD6 ഇപ്പോൾ കറൻ്റ്ലി 4K ലേസർ ഡോൾബി അറ്റ്മോസ് ആണ്. ഇങ്ങനൊരു അപ്ഡേറ്റ് അവിടെ നടന്നിട്ടുണ്ട്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇവർ ബുക്ക് മൈ ഷോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്ന നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും. ഇവരൊക്കെ ഇതൊന്നും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ ഞാൻ OD1ൽ ഞാൻ വീരദൂരസ കണ്ടപ്പോൾ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആക്ച്വലി നല്ല പ്രൊജക്ഷൻ ആയിരുന്നു. പിന്നെ സൗണ്ടും ഭയങ്കര നല്ലതായിരുന്നു. സറൗണ്ട് പേഴ്സണൽ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അത് കൂടി പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തത്. സിനിമ എനിക്ക് സിനിമ ഓക്കെ ആയിരുന്നു. ഒരു എബോ ആവറേജ് സിനിമയായിരുന്നു. എനിക്ക് സിനിമയുടെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണെന്ന് തോന്നി. കുറച്ചും കൂടി എഡിറ്റ് ചെയ്ത് കട്ട് ഷോട്ട് ചെയ്യായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. വിക്രം അടിപൊളിയായിരുന്നു. വിക്രം ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലുള്ള പടങ്ങൾ ചെയ്യാണ്ട് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും. സുരാജ് ഭയങ്കര നല്ലതായിരുന്നു. ബട്ട് ഇവിടെ ഡബ്ബിങ് അത്ര പോരായിരുന്നു. കാരണം പലപ്പോഴും പുള്ളിയുടെ മലയാളം തമിഴ് സ്ലാങ് വരും. പ്രത്യേകിച്ച് ഇത് ഭയങ്കര തമിഴ്നാട്ടിൽ ഉള്ളൊരു സ്ഥലത്ത് നടക്കുന്ന കഥയാകുമ്പോൾ ഒബ്വിയസ്ലി ഈ സ്ലാങ് വരുന്നത് ഭയങ്കര അരോചകമാണ് സത്യം പറഞ്ഞാൽ. ഹോപ്പ്ഫുള്ളി പുള്ളി ഫസ്റ്റ് പടമാണ്, ചിലപ്പോൾ അടുത്ത പടത്തോടൊക്കെ പുള്ളി ശരിയാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്കത് ഒരു പ്രശ്നമായിട്ട് തോന്നി. ഭയങ്കര പ്രശ്നമായിട്ടല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരുടെ ഇടയിൽ പുള്ളി ഓഡ് വൺ ഔട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് സിനിമ അത്യാവശ്യം നല്ലോണം എനിക്ക് വർക്കായി. പക്ഷേ ഈ സിനിമയിൽ അവസാനം ധൂളിൻ്റെ റെഫറൻസൊക്കെ ഇട്ടത് എനിക്ക് ഇഷ്ടമായില്ല. ആ പാട്ടൊന്നും അതിന് പേരെന്താ പാട്ടൊന്നും ഇടി കാണിക്കേണ്ട ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. അതിൻ്റെ ആവശ്യമില്ല. ഫാൻസിന് വേണ്ടി ചെയ്തതായിരിക്കും. സ്റ്റിൽ ഈ സിനിമ പോകുന്ന രീതി വെച്ചിട്ട് അങ്ങനെ സാധനം ഇട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അത് വളരെ മോശമായിപ്പോയി. അതൊഴിച്ച് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത്ത് ഇത്തിരി കൂടുതലാണെന്നുള്ള പ്രശ്നം മാത്രമേ എനിക്ക് സിനിമ വലിയ കാര്യമായിട്ട് തോന്നിയുള്ളൂ. എല്ലാവരും പെർഫോം, ഈവൻ SJ സൂര്യ വരെ. SJ സൂര്യനകത്ത് ടിപ്പിക്കൽ SJ സൂര്യയുടെ ഓവർ ആക്ടിങ് എന്നുള്ള ക്യാരക്ടറല്ല. പുള്ളിയും ആക്ച്വലി നന്നായിട്ട് ചെയ്ത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. വളരെ വൈകിയാണ് ഞാൻ കണ്ടത്. കാരണം എനിക്ക് ഈ സിനിമ വേറെ സ്ഥലത്ത് പോയി കാണാൻ പ്ലാൻ വർക്കൗട്ട് ആവാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കണ്ടത്. പിന്നെ ഇതിൽ സ്നോ വൈറ്റ് ഞാൻ കണ്ടത്. സ്നോ വൈറ്റ് ഞാൻ ഇവിടെ ഞാൻ PVR പാസ്പോർട്ട് വെച്ചിട്ട് ബുക്ക് ചെയ്തായിരുന്നു OD6ൽ. പക്ഷേ ആൾ കുറവുള്ളതാണ്. ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവർക്ക് ടെക്നിക്കൽ വർക്ക് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എനിക്കറിയായിരുന്നു. ആ PVRന്ന് ഒരു സ്റ്റാഫ് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടാണ് ആക്ച്വലി എൻ്റെ ഷോ ക്യാൻസൽ ചെയ്തു 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സമയത്ത്. കാരണം ആ ദിവസം ആ സിനിമയ്ക്ക് മാത്രമേ ഒരാൾ മാത്രമേ ബുക്ക് ചെയ്തുള്ളൂ, ഞാനായിരുന്നു. ബാക്കിയുള്ള സ്ക്രീൻ 6ലെ എല്ലാ ഷോസിലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി അവർ എന്നോട് ചോദിച്ചത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു PVR പാസ്പോർട്ടാണ്, എനിക്ക് ക്യാൻസലായാൽ എനിക്ക് സിനിമ കാണാനുള്ള ചാൻസ് നഷ്ടപ്പെടുന്നൊക്കെ ഞാനവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതേ ഇഷ്യൂ ഞാൻ കഴിഞ്ഞ കൊല്ലം ARMന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഹാൻഡിൽ ചെയ്ത സ്റ്റാഫും PR ഉൾപ്പെടെ ഉള്ള ആൾക്കാർ മുഴുവൻ കുളമാക്കി. 2 മാസം അതിൻ്റെ പുറകെ കിടന്നു. എനിക്ക് യാതൊന്നും അതിനകത്ത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അവരെനിക്ക് റീഫണ്ട് തരികയോ കൂപ്പൺ തരികയോ ഒക്കെ അടുത്ത് വേറെ സിനിമ അതിന് പകരം കാണാനുള്ള ചാൻസ് ഒരുക്കി തരുക വേണ്ട. അതിന് 2 മാസം എന്നെ അവരിട്ട് ഓടിച്ചു. എനിക്ക് PVRൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത്. അവരുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂ, നമ്മൾ ടെക്നിക്കൽ ഇഷ്യൂസ് അതൊന്നുമല്ല, സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ ഉണ്ടായത് എനിക്ക് ആദ്യമായിട്ടാണ്. അത് ഹാൻഡിൽ ചെയ്ത ആൾ ഭയങ്കര മോശമായിരുന്നു. പുള്ളിക്കാരുടെ തെറ്റാണെന്ന് പുള്ളിക്കാരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ലായിരുന്നു കഴിഞ്ഞെല്ലാം അത് ഹാൻഡിൽ ചെയ്ത ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്യൂ സോൾവ് ആയില്ല. അപ്പോൾ എനിക്കിത് നന്നായിട്ട് അറിയാവുന്നത് ഞാനിത് ആക്ച്വലി അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു. ആ പുള്ളിക്കാരത്തി ഒബിയസ്ലി പുതിയ സ്റ്റാഫാണെന്ന് എന്നോട് പറഞ്ഞത്. ഐ ഡോണ്ട് നോ. പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് ഈ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തി പറഞ്ഞു എന്നിങ്ങനെ ചാൻസ് പോയി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഞാൻ അന്നേ പറഞ്ഞിരുന്നു. എനിക്ക് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഷോ ക്യാൻസൽ ചെയ്താലും അതെനിക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എൻ്റെ ആ ചാൻസ് പോവും. അപ്പോൾ നിങ്ങൾ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരിക, അല്ലെങ്കിൽ അതിന് പകരം അതിന് അനുപാതികമായിട്ട് എനിക്ക് വേറെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കൂപ്പൺസ് തരിക എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി അത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ആക്ച്വലി പുള്ളിക്കാരത്തി അന്ന് തന്നെ ഞാനത് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ വീരദൂര കാണാൻ പോയപ്പോൾ അത് പറഞ്ഞത്. അന്ന് തന്നെ ആ ഷോ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു സുഹൃത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സിനിമ കണ്ടാൽ മതി. ഇവർ കഴിഞ്ഞ് സ്നോ വൈറ്റ് തന്നെ ബുക്ക് ചെയ്യണം പറഞ്ഞു. സ്നോ വൈറ്റ് 4DXലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് സ്നോ വൈറ്റ് ബുക്ക് ചെയ്ത് തന്നു പുള്ളിക്കാരത്തി. ദാറ്റ്സ് ഹൗ ഐ ഹാൻഡിൽ ദ ഇഷ്യൂ. കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടത് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ല എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. വൈ ദാറ്റ് സ്റ്റാഫ് ഡിഡിൻ ഹാൻഡിൽ ദ ഇഷ്യൂ എനിക്കറിയില്ല. സോ the person who handled the issue,
ദാറ്റ് വാസ് നൈസ് ആൻഡ് വെൽ ഡൺ. PVR ലുള്ള സ്റ്റാഫാണ്, പേരെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ബട്ട് വെൽ ഡൺ, താങ്ക്സ് ഫോർ ദാറ്റ്. സ്നോ വൈറ്റ് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടമായില്ല. ഒബ്വിയസ്ലി വളരെ മോശം സിനിമയായിരുന്നു കേട്ടോ, നല്ല ബോർഡ് സിനിമയായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി തന്നായിരുന്നു അതിന് രക്ഷപ്പെടാൻ. എനിക്ക് ടിക്കറ്റ് ഓഫർ ചെയ്തപ്പോൾ എനിക്ക് വേറെ വല്ല സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ മലയാള സിനിമയൊക്കെ ബുക്കിംഗ് തുടങ്ങിയിരുന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എനിക്കെന്തോ സ്നോ വൈറ്റ് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 4DX ഇപ്പോൾ കണ്ടു. 4DXൻ്റെ സീറ്റുകളൊക്കെ ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വന്നു. ഈ സിനിമ എന്തോ വോക്ക് ആയിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം സർഫസ് ലെവലിൽ മാത്രമായിരുന്നു. ഒന്നെങ്കിൽ അത് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കമ്മിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാതിരിക്കുക. ഇത് ഡയറക്റ്റ് ചെയ്ത് 500 Days of Summer ഒക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം പുള്ളിയുടെ ഇതുപോലുള്ള സിനിമകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, പുള്ളിയുടെ സിനിമകളിൽ റൊമാൻസ് അടിപൊളിയായിരിക്കും, പുള്ളിയുടെ കാസ്റ്റ് തമ്മിലുള്ള കെമിസ്ട്രി വേണം നല്ലതായിരിക്കും. ഈ സിനിമയ്ക്ക് അങ്ങനെ സംഭവമേ ഇല്ല. ഈ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ക്യൂണാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ പാർട്ടിനെ ആപ്റ്റായിട്ട് തോന്നി ഗാൽ ഗാഡറ്റ് മാത്രമാണ് അറ്റ്ലീസ്റ്റ് കാണാൻ. പുള്ളിക്കാരത്തെ അഭിനയമൊക്കെ ഭയങ്കര ഓവർ ദ ടോപ്പായിരുന്നു. ഇനി പുള്ളിക്കാരത്ത് ചിലപ്പോൾ നല്ല എൻജോയ് ചെയ്തായിരിക്കും, അതുകൊണ്ടായിരിക്കും ഓവർ ദ ടോപ്പായിട്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ലെവൽ വെച്ചിട്ട് എല്ലാവരും എനിക്കിഷ്ടമൊന്നുമായില്ല. ഇതിൽ റേച്ചൽ സെക്ലറിൻ്റെ അഭിനയം എനിക്കിഷ്ടമായില്ല. പുള്ളിക്കാരത്തി എന്തോ ഒരൊറ്റ എക്സ്പ്രഷനാണ് എൻ്റെ മൂവിയിലുള്ളത്. എല്ലാ സിനിമയിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ ഷസാം 2ലും ഏകദേശം ഇതുപോലത്തെ ഒരൊറ്റ എക്സ്പ്രഷനാണ് എൻ്റെ സിനിമയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരത്തെ ആക്ടിങ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ പുള്ളിക്കാരത്തെ സിംഗിങ് ഭയങ്കര നല്ലതായിരുന്നു. കാൽഗോയുടെ സിംഗിങ് അത്ര നല്ലതല്ലായിരുന്നു, പക്ഷേ റേച്ചൽ സെക്ലറിൻ്റെ സിംഗിങ് സൂപ്പറായിരുന്നു. പക്ഷെ അഭിനയം എനിക്കിഷ്ടമായില്ല. പുള്ളിക്കാരത്തിന് എനിക്ക് പ്രിൻസസ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അതും വേറൊരു കാര്യം. പിന്നെ കുള്ളന്മാരെയൊക്കെ VFX ചെയ്തു. ഇവിടെ നമ്മുടെ ഡയറക്ടർ വിനയൻ ഇവിടെ അദ്ഭുത ദീപം സിനിമ എടുത്തു. എൻ്റെ ഒരു സിനിമയിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് ഒരു എൻ്റെ ഒരു ദീപമുള്ള ആൾക്കാരെ ഇട്ടിട്ട് അവർ സിനിമ എടുത്തു. അങ്ങനെയുള്ള ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ CGI വെച്ചിട്ടുള്ള കുള്ളന്മാരെ ഡാർഫ്സിനെ കാണിക്കാൻ വേണ്ടി അത് ചെയ്തത് ശരിയായില്ല. നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ആക്ച്വലി കാസ്റ്റ് ചെയ്യാമെന്നുള്ളത് വളരെ ഈസി പരിപാടിയല്ലേ. എന്തിനാണ് ഈ വട്ടം ചുറ്റിയുള്ള പരിപാടി? ഈ സിനിമയുടെ CGI ഒക്കെ വളരെ ആവറേജാണ്. സത്യം പറഞ്ഞാൽ ഡിസ്നി ഈ സിനിമ സപ്പോസ് ടു ബി എ മാജിക്കൽ മൂവി, പക്ഷേ ആകെ ഇത് ചെയ്ത മാജിക് എന്ന് പറഞ്ഞത് എനിക്ക് ഉറക്കം വരുത്തുക എന്നുള്ള മാത്രമാണ്. എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ഈ മാസം കണ്ട 2 മോശം സിനിമകളിൽ പറഞ്ഞ ഇതാണ്, ഏറ്റവും മോശം സിനിമകളിൽ പറഞ്ഞതാണ്. വളരെ മോശമായിരുന്നു സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് താഴത്തെ തന്നെ പറയാം. വീരദൂരസര 2 കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ താഴത്ത് പറയുക. എനിക്കും അറിയാം എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്നത് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.